അബ്സല്യൂട്ട്ലി വണ്ടർബാർ. നമുക്ക് നല്ലൊരു കപ്പ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി 1.5 കിലോ കപ്പ കഴുകി മാറ്റി വെക്കുക. അതിന് വേണ്ട 1 കിലോ ബീഫും 4 സവാളയും 20 ചെറിയുള്ളിയും നല്ല സ്ലൈസായിട്ട് അരിഞ്ഞ് വെച്ചതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് 8 അല്ലി വെളുത്തുള്ളി, ഒരു മീഡിയം വലിപ്പമുള്ള ഇഞ്ചി കഷ്ണം, 4 പച്ചമുളക് എന്നിവ ക്രഷ് ചെയ്തെടുക്കണം. അതിനുശേഷം ഒരു കുക്കർ എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് അതിനുള്ളിലേക്ക് ചേർക്കാം. ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി പേസ്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു 4 ഗ്രാമ്പൂവും 4 ഏലക്കയും ഒരു പിഞ്ച് ഓഫ് പെരുംജീരകവുമാണ്. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂൺ സോൾട്ടും ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ, അതിനുശേഷം 2 ടേബിൾ സ്പൂൺ വിനീഗറും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു സീക്രട്ട് റെസിപ്പിയാണ് ചേർക്കുന്നത്. ഒരു 2 ചെറിയ കഷ്ണം കായം. അത് ഈ ബീഫ് കറിയുടെ ടേസ്റ്റ് വേറെ ലെവലാക്കും. ഇനി നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കാം. ഇനി ഈ മസാലയെല്ലാം നന്നായി തിരുമ്മി ബീഫിൻ്റെ എല്ലാ കഷ്ണങ്ങളിലേക്കും നല്ലവണ്ണം പിടിക്കണം കേട്ടോ. എന്നാലേ ആ ഒരു ഫ്ലേവർ ഇത് വെന്ത് വന്ന് കഴിയുമ്പോൾ കിട്ടുള്ളൂ. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ച് ഒരു 6 വിസിൽ വരുന്നവരെ വേവിക്കാം. ബീഫ് ഇപ്പം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ്, ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കിയതിന് ശേഷം അതിനുള്ളിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് മൂപ്പിച്ചെടുക്കാം. ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും ഈ തേങ്ങാക്കൊത്ത് നമുക്ക് കോരി മാറ്റി വെക്കാം. അതിനുശേഷം അതേ എണ്ണയിൽ തന്നെ ഒരു കുറച്ച് പെരുജീരകവും അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, സവാളയും പിന്നെ കുറച്ച് ഫ്രഷ് തേങ്ങാക്കൊത്തും കൂടി നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ടേബിൾ സ്പൂൺ ഉപ്പും കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം കുറച്ച് നല്ല പഴുത്ത തക്കാളി, ഒരു മീഡിയം വലിപ്പമുള്ളൊരു തക്കാളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ ബീഫ് കറി ഉണ്ടാക്കുന്നതിന് ഞാൻ ഗരം മസാല വീട്ടിൽ തന്നെ പൊടിച്ചാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് കുറച്ച് പെരുംജീരകം, കറുവപ്പട്ട, ഗ്രാമ്പൂ, തക്കോലം, കുറച്ച് കുരുമുളക്, 2-3 ഏലക്കയും കൂട്ടി വറുത്ത് പൊടിച്ച് മാറ്റി വെക്കണം. അതിനുശേഷം ഇപ്പോൾ നമ്മുടെ സവാള വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നമ്മുടെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഗരം മസാലയും ചേർത്ത് നന്നായിട്ട് സോട്ട് ചെയ്യുക. മസാല നന്നായി വഴണ്ട് വന്നതിന് ശേഷം നമ്മുടെ ബീഫ് വേവിച്ച് വെച്ചത് ഇതിനകത്തേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം. ബീഫ് കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ കൂടി ആഡ് ചെയ്യാം. ഇനി ബീഫും കപ്പയും നമുക്ക് നന്നായി കുഴച്ചെടുക്കണം. അതിനുശേഷം പൊടിച്ചു വെച്ചിരിക്കുന്ന ഗരം മസാല ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നേരത്തെ മൂപ്പിച്ച് വെച്ച തേങ്ങാക്കൊത്തും ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് കോക്കനട്ട് ഓയിലിൽ നന്നായി വറുത്തെടുത്തതും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അബ്സല്യൂട്ട്ലി വണ്ടർബാർ. നമ്മുടെ കപ്പ ബിരിയാണി ഇപ്പോൾ ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് സേവ് ചെയ്യാവുന്നതാണ്. ഇനി ഈ കപ്പ ബിരിയാണിയിലേക്ക് കുറച്ച് സവാള അരിഞ്ഞത് ചേർത്ത് നമുക്ക് ഗാർണിഷ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ചൂടോടെ തന്നെ ഈ കപ്പ ബിരിയാണി കഴിച്ചു തുടങ്ങാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.